മനു ഈ ടൈറ്റിൽ കേട്ടപ്പോൾ എനിക്ക് ഈ ടൈറ്റിൽ ഇടുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, മനു ഇതെങ്ങനെ എടുക്കുമെന്നുള്ളത്. ഈ ടൈറ്റിൽ കേട്ടപ്പോൾ മനുവിന് എന്താണ് യഥാർത്ഥത്തിൽ തോന്നിയത്? ടൈറ്റിലിനെക്കാട്ടി കൂടുതൽ ഒരു കഴിഞ്ഞ ആഴ്ച ഏതോ ദിവസം മാതൃഭൂമി പത്രത്തിൽ നിങ്ങളൊരു പരസ്യം ഇട്ടിരുന്നു. അതിനകത്ത് ബാക്കി ഓഥേഴ്സിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന പടങ്ങളൊക്കെ ആയിരുന്നു. എൻ്റേത് മാത്രം ജിമ്മിൽ നിൽക്കുന്ന ഒരു പടമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചത്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ചമ്മി. പക്ഷേ ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഐ ഫിഗേർഡ് അത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്താണെന്ന് മനസ്സിലായി. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുമുണ്ട്. കാരണം എല്ലാവരും വിചാരിക്കും ഇപ്പം ഇനി ഒരു ഒരു ഹിസ്റ്റോറിയൻ എന്നൊക്കെ വിചാരിക്കും, ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇങ്ങനെ മസിൽ പിടിച്ച് വളരെ സീരിയസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഡിഗ്നിഫൈഡ് ആയിട്ട് ഇരിക്കുന്നതാണെന്ന്. സോ ഐ തിങ്ക് ഇറ്റ് ക്രിയേറ്റ്സ് എ ബിറ്റ് ഓഫ് എ ഡിസണൻസ് ദറ്റ് യു തിങ്ക് ഓഫ് എ പേഴ്സൺ ആസ് എ റൈറ്റർ/ഹിസ്റ്റോറിയൻ ആൻഡ് ദെൻ അവരുടെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ വേറെ ഒരു ആറ്റിറ്റ്യൂഡും വേറെ ഒരു ആംഗിൾ തന്നെയാണ് കിട്ടുന്നത്. സോ I've heard that before from people that എന്ത് തേങ്ങ എന്നുള്ള പേര് എവിടെ നിന്ന് വന്നു എന്നുള്ളത്. സോ അതെനിക്ക് അപ്പോഴേ മനസ്സിലായി, അതിൻ്റെ ഒരു പ്ലേ ആണ് നിങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഈ വാട്ട് എ കോക്കനട്ട് എന്നുള്ള ടൈറ്റിൽ ഇടാൻ എന്താണ് കാര്യം? അത് അത്രയും വലിയ കഥയൊന്നുമില്ല. എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം വരുന്നത് ഒരു 2010-11 ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ. ദാറ്റ് ടൈം വാസ് വെരി യങ്, ഏർലി 20s പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിരുന്നു. അത് മേ ബി മലയാളത്തിൽ ആൾക്കാർ ഉപയോഗിക്കും, പക്ഷേ മൈ ഫാദർ യൂസ് ടു യൂസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. നമ്മളിപ്പം വെൻ സമ്മൺ സേസ് സംതിങ് സിലി യു സേ വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്. അച്ഛൻ പക്ഷേ വാട്ട് കോക്കനട്ട് എന്നായിരുന്നു പറയുന്നത്. വാട്ട് കോക്കനട്ട് ആർ യു സേയിങ് എന്ന് പറയും. എൻ്റെ അച്ഛനൊരു തിക്ക് മലയാളി ആക്സെൻ്റ് ഉള്ളതുകൊണ്ട് ഇറ്റ് യൂസ് ടു കം ഔട്ട് ആസ് വാട്ട് കോക്കനട്ട് ആർ യു സേയിങ്. അപ്പോൾ അതിന് 20 വയസ്സിൽ ചുമ്മാ രസത്തിന് വേണ്ടി ഐ ടേൺ ദാറ്റ് ഇൻ ടു മൈ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വാട്ട് കോക്കനട്ട് എന്ന്. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളെ അറിഞ്ഞു, പുസ്തകങ്ങൾ വായിച്ചു, അതുകൊണ്ട് അതിനെ ഇപ്പം മാറ്റി ഞാനിപ്പം ഡോക്ടർ മനു വെസ്പിൽ എന്നൊന്നും ആക്കേണ്ട കാര്യമില്ല. ഐ സ്റ്റിൽ അസോസിയേറ്റ് മൈസെൽഫ് വിത്ത് ദാറ്റ് ടൈറ്റിൽ. നത്തിങ് ഇസ് ചേഞ്ച്ഡ്. അതുകൊണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെ വെച്ചേക്കുന്നു. 20 വയസ്സിലോ 21 വയസ്സിലോ ഉണ്ടാക്കിയ വാട്ട് കോക്കനട്ട് ഇപ്പോഴും 35-ാമത്തെ വയസ്സിൽ അതുപോലെ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ മനു കേരളത്തിൽ മാത്രം അറിയുന്ന ഒരാളല്ല, ഇന്ത്യയിൽ ഒട്ടാകെ അറിയുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തും അറിയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കില്ലേ ഇതെന്താണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ടൈറ്റിൽ ഇങ്ങനെയെന്ന് ചോദിക്കില്ലേ? അത് ചിലപ്പോഴൊക്കെ ചെറിയ ചമ്മലുകൾ ഉണ്ടാകാറുണ്ട്. കാരണം ഈ പ്രത്യേകിച്ച് വേറെ പ്രോമിനൻറ്റ് റൈറ്റേഴ്സൊക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇവർക്ക് മനസ്സിലാവുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് മൈ ഇൻസ്റ്റഗ്രാം ഇസ് മൈ സിലി പ്ലേസ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് തർക്കിക്കും, ഭയങ്കര മഹായുദ്ധമൊക്കെ നടക്കുന്നതാണ്. പക്ഷേ ഐ യൂസ് സോഷ്യൽ മീഡിയ ജസ്റ്റ് ഫോർ ടൈം പാസ്. കാരണം ഇപ്പം ഒരു ദിവസം മൊത്തം നമ്മളൊരു ഡെസ്കിൽ എഴുതുമ്പം യോർ ഡിസ്ട്രാക്ഷൻസ് ആർ വെരി ലിമിറ്റഡ്. അപ്പം കൂടുതൽ നേരം നമ്മൾ ഫോക്കസ് ചെയ്ത് അതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം എനിക്കൊരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ഐ കീപ്പ് ഇറ്റ് വെരി ലൈറ്റ് ഹാർട്ടഡ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു സീരിയസ് തിങ്സ് ദേ. ബിക്കോസ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു ഡെയിലി ബേസിസിൽ എൻ്റെ ജോലിയിൽ ചെയ്യുന്നുള്ളതുകൊണ്ട് ഐ സി ഇൻസ്റ്റഗ്രാം ആസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് പ്ലേസ്. പക്ഷേ ലൈറ്റ് അല്ലാത്ത ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു ചമ്മൽ തോന്നാറുണ്ട്, അയ്യോ വാട്ട് വിൽ ദിസ് പേഴ്സൺ തിങ്ക്. പക്ഷേ ദെൻ ഇറ്റ്സ് ഫൈൻ. ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലീഷ അല്ലല്ലോ, അല്ലെങ്കിൽ ലോകം നമ്മളെ കാണുന്ന ആ ഒരു കോൺസെപ്റ്റ് മാത്രമല്ലല്ലോ. വി ആർ ഓൾസോ എ ഹ്യൂമൻ ബീങ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഹവ് മൾട്ടിപ്പിൾ സൈഡ്സ് ടു ദം. ഒരു വളരെ സീരിയസ് പേഴ്സൺ ക്യാൻ ഹാവ് എ ലൈറ്റ് ഹാർട്ടഡ് സൈഡ്. വേറെ ഇപ്പോൾ എഴുത്തുള്ളതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഡസൻറ്റ് മീൻ ദറ്റ് ഐ ഡോണ്ട് ഹാവ് എ ലൈഫ് ഔട്ട്സൈഡ് ഓഫ് എഴുത്ത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഇറ്റ്സ് എ റിമൈൻഡർ ടു മീ ദറ്റ് ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയെ സീരിയസ്ലി ചെയ്യണം, നമ്മൾ ചെയ്യുന്ന റീസെർച്ചിനെ സീരിയസ്ലി എടുക്കണം. പക്ഷേ ഐ തിങ്ക് ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ടേക്കിംഗ് യുവർ സെൽഫ് സീരിയസ്ലി, that's probably a bad idea. It's always good to be ഒരു grounded in that sense.